2024 മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാളത്തിലെ 10 സിനിമകൾ. അതിൽ 5 സിനിമകൾ 100 കോടി ക്ലബ് നേടിയിട്ടുണ്ട്. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രഹ്മയുഗമാണ്. മമ്മൂട്ടി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. നിർമ്മിച്ചിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്രൻ, എസ് ശശികാന്ത് എന്നിവരാണ്. മലയാളത്തിലെ ഡാർക്ക് ഫാന്റസി ഹൊറർ ത്രില്ലർ ചിത്രം ബ്രഹ്മയുഗം ആകെ നേടിയത് 58.70 കോടിയാണ്. 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ തന്നെ ടർബോയാണ്. ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയാണ്. ചിത്രം ആകെ നേടിയത് 72.20 കോടിയാണ്. 8ാം സ്ഥാനത്ത് ഉള്ളത് കിഷ്കിന്ധാ കാണ്ഡമാണ്. ആസിഫ് അലി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ദിൻജിത്ത് അയ്യത്തനാണ്. ജോബി ജോർജ് തട്ടത്തിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ത്രില്ലർ ചിത്രം ആകെ നേടിയത് 77.06 കോടിയാണ്. 7ാം സ്ഥാനം കീഴടക്കിയത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തിയ വർഷങ്ങൾക്ക് ശേഷമാണ്. വൈശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ പശ്ചാത്തലമാക്കി ഈ ചിത്രം നേടിയത് 83.03 കോടി രൂപയാണ്. 6ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രമാണ്. സംവിധാനം വിപിൻ ദാസ്, നിർമ്മാണം സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, CV സാരഥി. കോമഡി കുടുംബചിത്രം ആകെ നേടിയത് 90.20 കോടിയാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടോവിനോ തോമസ് നായകനായ 3D ചിത്രം അജയന്റെ 2ാം മോഷണമാണ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ, സച്ചറിയ തോമസ് എന്നിവരാണ്. ഫാന്റസി ത്രില്ലർ ചിത്രമായ ARM ആകെ നേടിയത് 106.78 കോടി രൂപയാണ്. 4ാം സ്ഥാനത്തുള്ളത് പ്രേമലുവാണ്. നെൽസൺ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടിയാണ്. നിർമ്മിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ ഭാവന സ്റ്റുഡിയോയാണ്. യുവാക്കളുടെ പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രം ആകെ നേടിയത് 135.90 കോടിയാണ്. 3ാം സ്ഥാനം കീഴടക്കിയ ആവേശം. ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു മാധവാണ്. നസ്രിയ നസീം, അൻവർ റഷീദ്, ഫഹദ് ഫാസിൽ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന ചിത്രത്തിൽ രംഗ എന്ന ഫഹദ് ഫാസിൽ കഥാപാത്രം എത്തുമ്പോൾ ചിത്രം ആവേശത്തിലാകുകയാണ്. തമാശയും ആക്ഷനും നിറഞ്ഞ ആവേശം നേടിയത് 156 കോടിയാണ്. 2ാം സ്ഥാനം നേടിയ ആടുജീവിതം. പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ആടുജീവിതം സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലസ്സിയാണ്. വിഷ്വൽ റൊമാൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. AR റഹ്മാൻ സംഗീതം നിർവഹിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ജീവിക്കാൻ വേണ്ടി പ്രവാസിയായി മാറിയ നായകൻ അനുഭവിക്കുന്ന വേദന നിറഞ്ഞ പീഡനങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത്. ഈ ചിത്രം ആകെ നേടിയത് 158.48 കോടിയാണ്. ടോപ്പ് 1 മലയാളത്തിൽ 2024 കീഴടക്കി 200 കോടിയിൽ അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. സൗബിൻ, ശ്രീനാഥ് ബാസി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷാ ആന്റണി തുടങ്ങിയവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗുണ കേസിൽ കുഴിയിൽ അകപ്പെട്ടു പോകുന്ന സുഭാഷ് എന്ന ശ്രീനാഥ് ബാസി കൈകാര്യം ചെയ്യുന്ന കഥാപാത്രത്തെ തന്റെ സുഹൃത്തുക്കൾ ജീവൻ പണയം വെച്ച് രക്ഷിക്കുന്ന നടന്ന സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ചിത്രം നേടിയ കളക്ഷൻ 241.10 കോടിയാണ്. ഇത് മലയാളത്തിൽ തന്നെ ചരിത്ര നേട്ടമാണ്.